ഹായ് എവരിവൺ, ഈ തിങ്സിൻ്റെ വീഡിയോ എഡിറ്റിംഗ് സീരീസിൻ്റെ പുതിയ വോളിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മ്യൂസിക് സ്പെക്ട്രം എഫക്റ്റ്. അതായത് നമ്മൾക്കിഷ്ടമുള്ള മ്യൂസിക്കിനനുസരിച്ച് നമുക്കിഷ്ടമുള്ള പിക്ചറിന് ചുറ്റും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു പിക്ചറിൻ്റെ മുകളിലായിട്ട് മ്യൂസിക്കിൻ്റെ ബാർസ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റാണത്. നിങ്ങളെല്ലാവരും പലരുടെയും സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യാവുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മ്യൂസിക് സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്യാൻ പല പല ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും എല്ലാമായിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിലുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ മ്യൂസിക് സ്പെക്ട്രം ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, പിന്നെ നമ്മൾ പിക്സാർട്ടിൻ്റെയും കൈൻമാസ്റ്ററിൻ്റെയും ചെറിയ ചെറിയ പൊടിക്കൈകൾ കൂട്ടിയിട്ട് ഒരു സൂപ്പർ എഫക്റ്റായിട്ട് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇൻട്രോ വീഡിയോയിൽ കണ്ട പോലുള്ള ഔട്ട്പുട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് 3 ആപ്ലിക്കേഷൻസാണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മളെ സ്വന്തം കൈൻമാസ്റ്റർ, രണ്ടാമത്തത് പിക്സാർട്ട്, എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ, ഒരു ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അടുത്തതാണ് നമ്മൾ ഓഡിയോ സ്പെക്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആപ്ലിക്കേഷൻ ChkSnd. ഓക്കെ, ChkSound. ഈ ആപ്ലിക്കേഷൻ 3ൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് മ്യൂസിക് സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ChkSnd ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ലോഡ് മ്യൂസിക് എന്ന് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിലുള്ള മ്യൂസിക് എല്ലാം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ലോഡാവുന്നത്. കുറച്ച് സമയം കൊണ്ട് ലോഡായിട്ട് അനലൈസിങ് കംപ്ലീറ്റ് എന്ന് എഴുതി കാണും. ഇനി ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മ്യൂസിക് കേൾക്കാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമ്മളുടെ സ്പെക്ട്രം ആഡ് ചെയ്യാൻ പോകുന്നത്. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. നമുക്കിപ്പോൾ ആവശ്യം ഏറ്റവും താഴെയുള്ള ആഡ് സ്പെക്ട്രം എന്നുള്ള ഓപ്ഷൻ മാത്രമാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാർ ലൈൻ എന്ന് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുത്ത് നോക്കിയാൽ നിങ്ങളുടെ മ്യൂസിക്കിനനുസരിച്ച് സ്പെക്ട്രം ബാർസിനെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതല്ല, സർക്കിൾ ഷേപ്പിലുള്ളതാണ്. നമുക്ക് അതിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ മ്യൂസിക് പോസ് ചെയ്യുന്നു. എന്നിട്ട് ഈ താഴെ ബാർസ് AB ലൈൻ 64 എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്നും കണ്ട് ടെൻഷൻ ആവേണ്ട, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഇത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. എന്നിട്ട് നമുക്ക് ഏറ്റവും താഴെ ആയിട്ട് കാണാം ബാർസ് സർക്കിൾ ടൈപ്പ്. അതിൽ നമ്മൾ ബാറിലാണ് കിടക്കുന്നത്. നേരെ സർക്കിളിലേക്ക് ഒരൊറ്റ ക്ലിക്ക് കൊടുക്കുക. സംഭവം സർക്കിളായി. ഇനി നമ്മൾ ഇതിൻ്റെ കളർ സെലക്ട് ചെയ്യണം. നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പെറൻസി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് വൈറ്റ് കളറാണ്. ഏറ്റവും എൻഡിലാണ് വൈറ്റ് ഉള്ളത്. ഒപ്പാസിറ്റി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഫുൾ പ്ലെയിൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറിൻ്റെ തിക്നെസ് ഒക്കെ കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത് ഇപ്പം നമുക്ക് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, മ്യൂസിക് പ്ലേ ആവുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഉള്ളോട്ടും ഇത് ബാർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തോട്ട് മാത്രം മതി. അതിന് വീണ്ടും നമ്മൾ താഴെ പോയിട്ട് സൈഡിൽ നിന്നുണ്ട് ABANB. നമുക്കിപ്പോൾ ABയിലാണ് കിടക്കുന്നത്. A എന്ന് പറഞ്ഞാൽ പുറത്തോട്ടും B ഉള്ളോട്ടുമാണ്. ഇപ്പോൾ രണ്ടും ഉണ്ട്. സോ നമ്മൾ A മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാർ പുറത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബാറിൻ്റെ തിക്നെസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നു. ഏറ്റവും മുകളിൽ വന്നിട്ട് ഇപ്പോൾ തിക്നെസ് 8 കിടക്കുന്നതാണ്. അത് ഒന്ന് സ്വൈപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് 14 നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഞ്ചിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു 10-12 വെച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ബാർസ്, അതായത് നമ്പർ ഓഫ് ബാർസാണ്. നമ്പർ ഓഫ് ബാർസ് കൂടിയാൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് മിസ്സായി പോകും. അപ്പം നമ്മൾ നമ്പർ ഓഫ് ബാർസ് കുറച്ച് കൊണ്ടുപോയിട്ട് ഒരു 80 ആ റേഞ്ചിൽ കൊണ്ടുവച്ച് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സ്പെക്ട്രം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്പെക്ട്രത്തിനെ നമുക്ക് സേവ് ചെയ്യണം.
നമുക്ക് സാമ്പിളായിട്ട് വളരെ കുറച്ച് ടൈം മാത്രം മതി. സ്റ്റാറ്റസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം. ആ സോങ്ങിൻ്റെ ടൈം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ എൻഡ് ടൈം 1 മിനിറ്റ് എന്ന് ഞാൻ കുറച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 25 സെക്കൻഡ്സ് എടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് സേവ് ചെയ്യാം. ഏറ്റവും മുകളിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ടിങ് കാണിക്കും, കുറച്ച് സമയം എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോ സേവ്ഡ് ഇൻ ഗാലറി. ഇപ്പോൾ നമ്മളെ വീഡിയോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ChkSnd എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. യെസ്, പെർഫെക്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്സാർട്ടിൽ നമുക്ക് വേണ്ട ഇമേജിനെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തിട്ട് കട്ട് ഔട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജിനെ ആദ്യം ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഇമേജാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട്, അതായത് സ്കൈയിൽ സ്പെക്ട്രം വരുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മോഡലിൻ്റെ ഇമേജ് കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് പിക്സാർട്ടിലുള്ള ഒരു ഓപ്ഷനാണ് കട്ട് ഔട്ട്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഔട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ മോഡലിനെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബ്രഷിൻ്റെ സൈസ് കുറച്ചൊന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. നമുക്ക് മെയിനായിട്ട് ആ ടോപ്പിലുള്ള പോർഷൻ മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇത്ര കട്ട് ചെയ്താൽ മതി. നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും റിഫൈൻ ചെയ്യാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ആണ്. നമുക്ക് വേണ്ട അഡ്ജസ്റ്റൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സേവ് കൊടുക്കാം. ഇപ്പം നമ്മളെ സ്റ്റിക്കേഴ്സിലേക്കാണ് ഇത് സേവ് ആയിട്ടുള്ളത്. ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ലെഫ്റ്റിലുള്ള ആരോ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഇമേജ് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്കിനി കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എഡിറ്റിന് വേണ്ടിയിട്ട് കൈൻമാസ്റ്ററിൻ്റെ ട്രയൽ വേർഷൻ മതിയാവില്ല. അതിന് പകരം നമുക്ക് ഗൂഗിളിൽ നിന്ന് കൈൻമാസ്റ്ററിൻ്റെ ഫുൾ വേർഷൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കൈൻമാസ്റ്ററിൻ്റെ മോഡിഫൈഡ് ആപ്ലിക്കേഷൻ, അതായത് മോഡ് ആപ്പ് പല വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താലും മതി. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് കൈൻമാസ്റ്ററിൻ്റെ പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ ആസ്പെക്ട് റേഷ്യോ ചോദിക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 9:16 എന്നുള്ള വെർട്ടിക്കൽ റേഷ്യോ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് 16:9 തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കൈൻമാസ്റ്ററിൻ്റെ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മീഡിയ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഏത് ഇമേജ് ആയിരുന്നോ പിക്സാർട്ടിൽ കട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഇമേജിൻ്റെ ഒറിജിനൽ ഇമേജ് സെലക്ട് ചെയ്യണം. യെസ്, നമ്മൾ ആ ഒറിജിനൽ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഇമേജിനെ നമുക്ക് ഫുൾ വൈഡായിട്ട് കിട്ടിയിട്ടില്ല. അത് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഈ പാൻ ആൻഡ് സൂം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഈക്വൽ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിലും എൻഡിലും ഒരേ സൈസ് വരിക. എന്നിട്ട് നമുക്ക് ഇതിനെ സൂം ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. യെസ്, നമ്മൾ ഇമേജിനെ പെർഫെക്റ്റായിട്ട് സൂം ചെയ്ത് സ്ക്രീനിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് ഡ്യൂറേഷൻ കൂട്ടി വെക്കാം. നമ്മൾ 25 സെക്കൻഡ്സ് ആയിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുള്ളത്, സ്പെക്ട്രം വീഡിയോ. ഓക്കെ, മോർ ദാൻ 25 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സ്പെക്ട്രം വീഡിയോ ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾ ടിക്ക് കൊടുക്കുന്നു. ഇനി നമ്മൾ പോകേണ്ടത് ലെയറിലാണ്. ലെയറിൽ പോയിട്ട് മീഡിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അവിടെ നിന്ന് ChkSnd എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പെക്ട്രം വീഡിയോ കാണാം. നമ്മൾ
ചെയ്തത്. ഇപ്പോൾ ഒരു എൻകോഡിംഗ് വാർണിംഗ് ചോദിക്കും. അത് എൻകോഡ് എററൊന്നുമല്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുത്ത് ലീവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സ്പെക്ട്രം വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ട്രയൽ വേർഷൻ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എഡിറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ യെല്ലോ മാർക്ക് കാണാം. അത് പ്രീമിയം വേർഷനിലാണ് അവൈലബിൾ. അതുകൊണ്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ബ്ലാക്ക് എല്ലാം പോയിട്ട് ഫുൾ ആ സ്പെക്ട്രം മാത്രമേ കാണുന്നുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് സ്പെക്ട്രം ആക്റ്റീവായിട്ടുള്ളൊരു പോർഷനിൽ കൊണ്ടുവച്ച് വെക്കാം. നമുക്കിവിടെ ടിക്ക് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ സ്പെക്ട്രം ലെയർ സെലക്ട് ചെയ്യുന്നു. യെല്ലോ മാർക്ക് വന്നതിന് ശേഷം അതിൻ്റെ സൈസ് നമുക്ക് വേണ്ട പോലെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മൂവ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്പെക്ട്രത്തിന് നമ്മൾ ഇഷ്ടമുള്ള പൊസിഷനിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളെ മ്യൂസിക്കിനൊപ്പം ഈ സ്പെക്ട്രം കൂടി പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ അടുത്ത പിക്സാർട്ടിൽ നിന്നുള്ള ആ കട്ടൗട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീണ്ടും ലെയറിൽ പോവാം, മീഡിയയിൽ പോവാം. പിക്സാർട്ട് എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കട്ടൗട്ടും നമുക്കെടുക്കാം. യെസ്, ഇനി നമ്മൾ അതിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യണം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ രണ്ട് ഇമേജും രണ്ട് സൈസാണ്. അത് നമുക്ക് റൈറ്റ് സൈഡിൽ എഡിറ്റിംഗ് പാനലിൽ വന്നു കഴിഞ്ഞാൽ ആൽഫ ഒപ്പാസിറ്റി എന്ന് കാണാം. ആ ഒപ്പാസിറ്റി നമ്മൾ കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇമേജും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാവും. ഇനി നമ്മൾ ടിക്ക് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഇമേജിൻ്റെ ലേറ്റസ്റ്റ് കൊണ്ടുവന്ന കട്ടൗട്ട് ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മളിത് മൂവ് ചെയ്യിച്ചിട്ട് സൈസും പൊസിഷനും കറക്റ്റ് ചെയ്ത് വെക്കുന്നു. യെസ്, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇമേജിനെ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് എഡിറ്റിംഗ് പാനലിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് വെച്ചത് വീണ്ടും കൂട്ടി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ആളുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് സ്കൈയിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തിനു കാണുന്നത്, നമ്മുടെ സ്പെക്ട്രത്തിൽ കാണുന്നത്. ഇതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്ന എഡിറ്റ്. ഇനി നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് അപ് ടു ദ എൻഡ് ഓഫ് ദ വീഡിയോ വരെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാം. യെസ്, ഇനി നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്പെക്ട്രം കാണാവുന്നതാണ്. സ്കൈയിൽ സ്പെക്ട്രം കാണാവുന്നതാണ്. വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു എഡിറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ക്യാപ്ഷൻസോ ലിറിക്സോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ലെയറിൽ പോയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യും. Hope for the best. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. യെസ്, ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു. ഇനി നമ്മൾ അതിനെ കറക്റ്റായിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത ശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് ലെയറിന് സെലക്ട് ചെയ്തിട്ട് എൻഡ് ഓഫ് ദ വീഡിയോ വരെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നു. നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. യെസ്, ഇനി നമുക്ക് ആ ടെക്സ്റ്റിന് ചെറിയ രീതിയിലുള്ളൊരു മോഷൻ എഫക്റ്റ് കൊടുക്കാം. അതിനു വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓവറോൾ ആനിമേഷനിൽ പോകുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ബ്ലിങ്ക് ഷോ എന്നുള്ള ആനിമേഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഫ്ലിക്കർ എന്ന് പറഞ്ഞ ആനിമേഷൻ ഉണ്ട്. നിങ്ങളുടെ മ്യൂസിക്കിനനുസരിച്ച് അതിൻ്റെ ബീറ്റിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏത് ബീറ്റിനും കോമൺ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഒരെണ്ണം ഫ്ലോട്ടിംഗ് ആണ്, രണ്ടാമത്തത് ഡ്രിഫ്റ്റിംഗ്. അതായത് നമ്മളുടെ ഇമേജിൻ്റെ കൂടെ ഈ ടെക്സ്റ്റിന് ചെറിയൊരു മോഷൻ വരുന്നു. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കുമായിട്ട് നല്ലപോലെ സിങ്ക് ആവും. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിന് മറ്റ് എഫക്റ്റുകൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരൈറ്റം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തു.
ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗ്ലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എനേബിൾ ചെയ്യാം. എനേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിനൊരു ഗ്ലോ എഫക്റ്റ് വന്നിട്ടുണ്ട്. നമ്മളുടെ സ്കൈയുടെ കളറ് ഏകദേശം ഒരു ഓറഞ്ച് കളറായതിനെ കൊണ്ട് നമുക്ക് ആ റേഞ്ചിലുള്ള കളറ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. യെസ്, എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഓറഞ്ച് ഗ്ലോ അവിടെ വരുന്നുണ്ട്. ആ ഗ്ലോയുടെ സ്പ്രെഡൊക്കെ നമുക്കിവിടെ കൂട്ടാവുന്നതാണ്. ലൈറ്റായിട്ട് കൊടുക്കാം. സ്പ്രെഡിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈസും കൂട്ടാവുന്നതാണ്. കുറച്ച് സൈസ് കൂട്ടിയിട്ട് സ്പ്രെഡ് കുറച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ചെറിയ രീതിയിലുള്ള ഗ്ലോ കൊടുത്ത് നമുക്ക് ടിക്ക് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. യെസ്, ഇത് നമുക്ക് വീഡിയോയുടെ എൻഡ്, നമ്മളെ മ്യൂസിക് വീഡിയോൻ്റെ സ്പെക്ട്രം വീഡിയോൻ്റെ എൻഡ് വരെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ സ്പെക്ട്രം വീഡിയോ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് മോസ്റ്റ് കൊണ്ടുവച്ചിട്ട് മുകളിലുള്ള ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ട്രിം ടൂൾ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വോളിയത്ത് പറഞ്ഞ പോലെ ട്രിം ടു റൈറ്റ് ഓഫ് ദ പ്ലെയർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് ട്രിം ആവും. ഇനി മൂന്നാമത്തെ ലെയർ സെലക്ട് ചെയ്യുന്നു, ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ട്രിം ടു റൈറ്റ് ഓഫ് ദ പ്ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ നാലാമത്തെ കട്ടൗട്ട് ലെയർ സെലക്ട് ചെയ്യുന്നു. അതും ട്രിം ടു റൈറ്റ് ഓഫ് ദ പ്ലെയർ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഇത്ര സിമ്പിളായിട്ട് നമ്മളുടെ എഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നമുക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ടാവും. സോ നമ്മൾ സ്റ്റാറ്റസിലൊക്കെ കണ്ടുവരാറുള്ള മ്യൂസിക് സ്പെക്ട്ര എഫക്റ്റ് ചെയ്യാൻ ഇത്രയുള്ളൂ പണി. നമ്മളുടെ പിക്സാർട്ടിലെയും മ്യൂസിക് സ്പെക്ട്രത്തിൻ്റെയും സഹായത്തോടു കൂടി കൈൻമാസ്റ്ററിലെ ചെറിയ പൊടിക്കൈയും കൂടി ചേർത്തപ്പം നമുക്ക് അടിപൊളി ഒരു സ്റ്റാറ്റസ് മേക്ക് ചെയ്യാൻ പറ്റി. ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ട്രിക്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോയിൽ എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ഡ്രോപ്പ് ചെയ്താൽ നെക്സ്റ്റ് വോളിയൂംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.